അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായി പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ,
പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ രോഗപീഠകള്, വേദന രോഗങ്ങള്, മറ്റു വ്യക്തികളുമായിട്ടുള്ള വഴക്കുകള്, കേസുകള്, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നമ്മുടെ ഇന്നലെയും കൃപാസനത്തിലെ ഒരു മോള് കൃപാസനത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ പലപ്പോഴും ആൾക്കാർ സുഗന്ധാഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോഴേ ഒത്തിരി പേർക്ക് ഇത് പുറത്തുള്ള എല്ലാവർക്കും തന്നെ ഇതൊരു അവിശ്വാസമായിട്ട് തോന്നും. നമ്മുടെ ഷാജിസിൻ്റെ തുമ്പച്ചരച്ചൻ്റെ സുഗന്ധവാഹിനി അമ്മ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടിറങ്ങിയപ്പോൾ ചില സെമിനാരി ആ പാട്ട് പാടിക്കത്തില്ലായിരുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും അക്കാഡമിക്കൽ എറർ ഉണ്ടെന്ന് കണ്ടിട്ടായിരിക്കും അത് പറയാതിരുന്നത്, പാടിക്കാതിരുന്നത്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ, നമ്മളുടെ അറിവിൻ്റെ, അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളുടെ അപ്പുറത്ത് ഒത്തിരിയേറെ ആധ്യാത്മിക അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരിക്കലേ ചെല്ലാനം എന്നും പറഞ്ഞൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി. ചെല്ലാനം നിങ്ങൾക്കൊക്കെ ഫേമസ് സ്ഥലമാണ്. ഞാൻ ആ ഇടവകെ 11 ധ്യാനം നടത്തിയിട്ടുണ്ട്. എനിക്ക് കൊച്ചി രൂപതയോട് പ്രത്യേക കടപ്പാടുള്ളത് എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിലൊക്കെ എന്നെ എപ്പോഴും ധ്യാനത്തിന് വിളിച്ചുകൊണ്ടിരുന്ന കൊച്ചി രൂപതയാണ്. ഈ ഒരു ഇടവകയിൽ 11 ധ്യാനം നടത്തിയിട്ടുണ്ടെങ്കിൽ 11 വർഷം അടുപ്പിച്ച് ധ്യാനിപ്പിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ ഒരു ദിവസം അവിടെ ആ ഒരു കൊച്ചു പള്ളി കായലിൻ്റെ നടുക്ക് കുറേ ചിറകളാണ്, ചിറയും തോടും വെള്ളവും ഒക്കെ. അപ്പോൾ കായലിൻ്റെ നടുക്ക് ഒരു പള്ളി ചാപ്പൽ അവർ നിർമ്മിച്ചു, ഇടവക്കാർ കുരിശ് പള്ളി. അപ്പോൾ ആദ്യമായത് കാരണം പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിനനുബന്ധമായിട്ട് അവർ ധ്യാനം വഹിച്ചു. അപ്പോൾ എന്നെ വന്ന് വിളിച്ച്, അപ്പോൾ അത് ആ കൊച്ചു ഒരു ചാപ്പലാണ് ശരിക്കും. അപ്പോൾ ഞാൻ ധ്യാനിപ്പിക്കാൻ നേരിട്ട്. പക്ഷേ നമ്മുടെ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ, റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ചിറപ്പുറത്ത് കൂടി ഉള്ളിലോട്ട് പോയെങ്കിലാണ് ഈ പള്ളി. കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ ചെന്ന ദിവസം ഭയങ്കര ഇടിയും വെട്ടി മഴ പെയ്തു. അപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ പ്രദേശം മുഴുവനും ചിറയെല്ലാം മുങ്ങി കായലും കരയും അറിയാതെ ഇങ്ങനെ മുഴുവൻ മൊത്തം വെള്ളമായിട്ട് കിടക്കുക. നമ്മളൊരു കടലിലോട്ട് നോക്കണ പോലെ ഇരിക്കും. അപ്പം ഞാനോട് ദൈവത്തിന് അറിയാമായിരുന്നില്ല ഈ ഇത്രയും കഷ്ടപ്പാടാണ് ധ്യാനമെന്ന്. അത് രസത്തില്ല, വികാരിച്ച പോലും വന്നില്ല ആ ധ്യാനത്തിന്. ആൾക്കാർ തന്നെ വളരെ വളരെ അപൂർവം ആൾക്കാരാണ് വന്നത്. ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് ചില സമയത്ത് ആൾക്കാർ കുറയും. അൽഫോൻസ് സ്വാമിയുടെ അടക്കത്തിനൊക്കെ 50 പേരെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ, ഞാൻ എപ്പോഴും അതിരുന്ന് നോക്കും. ആ 50 പേരെന്ന് പറയുന്നത് പുണ്യപ്പെട്ട മനുഷ്യരാണ്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾക്ക് ആൾക്കാരെ ദൈവം തന്നെ ചുരുക്കിക്കളയും. എന്ന് വെച്ചാൽ നമുക്ക് തോന്നും നമുക്കെതിരെ
എന്തോ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് എന്തോ കുഴപ്പം സംഭവിച്ചതാണെന്ന് തോന്നുന്നു. അതൊന്നും എൻ്റെ കാര്യം. ചില വലിയ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു എഡിറ്റിങ് വരും. അതാണ് ഈശോ പറഞ്ഞത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. അപ്പം നീ ഇപ്പോൾ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സമയം. ഇപ്പം ഇന്ന് കൃപാസനത്തിലൊരു സാക്ഷ്യം ഉണ്ടായെന്നറിയാമോ? ഒരു ചെറുപ്പക്കാരത്തിയാണ്. അവൾ പറഞ്ഞത്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു, ഉടമ്പടി 3 പുതുക്കി. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ല. കാര്യം എനിക്ക് ഈ പത്രം കൊണ്ടടന്ന് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ചമ്മല. പത്രം കൊടുക്കണം, പിന്നെ എനിക്ക് രാവിലേക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. രാവിലേക്ക് എഴുന്നേക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാലം ഈ ജന്മത്തിൽ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് തോന്നി, ശരിക്കും പറഞ്ഞാൽ മാതാവ് ഈ ഉടമ്പടി തന്ന കാലത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു അതേ ഇപ്പോഴും ഉള്ളേ. മാതാവ് ഉടമ്പടി തന്ന കാലത്തുള്ളതാണ് ഈ പത്രം കൊണ്ടുനടന്ന് കൊടുക്കുക, അതുപോലെ തന്നെ രാവിലെ 5:30 എഴുന്നേൽക്കുക എന്നുള്ളതല്ല. അപ്പം മാതാവ് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത് മുതൽ മുടക്കാൻ കഴിയാത്തവൻ പുറത്ത് തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് മാതാവ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് മുതൽ മുടക്കാൻ കഴിയുള്ളവൻ അതിനുവേണ്ടി അതിൻ്റെ ഭാഗഭാഗത്വവും ഗുണഭോക്താവാകണം. അപ്പം നിങ്ങളെ ഈ ചെറിയ അജഗണം എന്ന വചനം എടുത്ത് ലൂക്ക 12:32 ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ചില സ്ഥലത്ത് നമ്മളുടെ സാക്ഷ്യത്തിൻ്റെ പേരിൽ ചില സമയത്ത് നമ്മളെ സപ്പോർട്ടേഴ്സ് കുറയും. ഇപ്പം ഞാനൊക്കെ ആദ്യം ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ 0 സപ്പോർട്ടേഴ്സായിരുന്നു. ഓരോ വിഷയത്തിനും അങ്ങനെയായിരുന്നു. ഓരോ വിഷയത്തിനും എല്ലാം ദൈവത്തിൻ്റെ ഓരോ കാര്യം. ഉടമ്പടി അതുക്കുമ്പോൾ ഞാൻ കടലോരം നടത്തുമായിരുന്നു. എല്ലാം പുതിയ ശുശ്രൂഷകളാണ് കർത്താവ് ഏൽപ്പിച്ചത്. പക്ഷെ അതിനെല്ലാം ആദ്യം നമുക്കൊരു സപ്പോർട്ടും കിട്ടത്തില്ല. നല്ല സപ്പോർട്ടാകുമ്പോൾ ഞാനത് നിർത്തിക്കളയാം. അതിൻ്റെ കാര്യം അതിൻ്റെ എന്താ പറഞ്ഞ, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ പ്രസാദിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ഈ നമ്മളെ ചെറിയ ഒരു ഞെരുങ്ങിയ സാഹചര്യങ്ങളിൽ, കുറഞ്ഞ സാഹചര്യങ്ങളിൽ, പേരില്ലാത്ത സാഹചര്യങ്ങളിൽ, ആകർഷണമല്ലാത്ത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം സാക്ഷിക്കുമ്പോൾ അത് പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ പ്രസാദിച്ചിരിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ പ്രസാദമാണ് വരണത്. അപ്പം എപ്പോഴും ഒരിക്കലും ഓർക്കണം ചില ഇപ്പം നമുക്ക് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ പലപ്പോഴും അംഗീകാരം കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരത് അംഗീകരിക്കണമെന്നോ ഏറ്റെടുക്കണമെന്നോ ഒരു നിർബന്ധമില്ല. ഏറ്റെടുക്കാത്തൊരു കാലവും അംഗീകരിക്കാത്തൊരു കാലവും ആയിരിക്കും കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ കാലം. ഞാൻ ആ ചെല്ലാനമ്മളുടെ കാര്യം പറഞ്ഞില്ലേ, അത് നാളെ പറയാം. ഇപ്പോഴേ ഈ ആശയം കറക്റ്റായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും. പേര് സിബി ഷിജോ. ഞാൻ കൊല്ലം കേരളപുരം മേരനാണി ദേവാലയത്തിൽ നിന്ന് വരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും എന്നെ ഇവിടെ സാക്ഷിയാക്കി നിർത്തിയതിന് കോടാനുകൂടി നന്ദിയുടെ നറുമലറുകൾ ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. ഫസ്റ്റ് ഞാൻ 16/2024 ജൂലൈ മാസത്തിലാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ജോലിയുടെ ആവശ്യത്തിന് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ മാതാവിനോട് വെച്ച നിയോഗം അന്ന് എനിക്ക് സാധിച്ചു തരികയും ഞാനിവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ എനിക്ക് ജോലി തന്ന ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാനൊരു 2025 വരെ ഉടമ്പടി പുതുക്കി പോയെങ്കിലും ഒരിക്കലും എൻ്റെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ചോദ്യചിഹ്നമായിട്ടും മറ്റുള്ളവർ എന്നോട് അതിനെപ്പറ്റി എപ്പോഴും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ എനിക്കത്ര വലിയ വേദന തോന്നിയില്ലെങ്കിൽ പോലും
പിന്നീട് ഭയങ്കര വേദനയായി. ഞാൻ മാതാവിനോട് 2025 നവംബർ 11 ഉടമ്പടി പുതുക്കിയപ്പം ഒരു നിയോഗം, മാതാവിൻ്റെ മുന്നിൽ ഞാനൊരു നിയോഗം പോലെ മാത്രമേ ഞാൻ അന്നത് വെച്ചുള്ളൂ. എനിക്ക് വിദേശത്ത് പോകണം, എവിടെ പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ആരെ ഒന്നും ഞാൻ അതിനകത്ത് വെച്ചില്ല. എനിക്ക് വിദേശത്ത് പോകണം, എല്ലാം അമ്മ തന്നെ ഒരുക്കി തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. 2025 നവംബർ 11 ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോയി. ഏകദേശം ഒരു ഡിസംബർ പകുതിയോടുകൂടി എനിക്ക് അമ്മ എല്ലാത്തിനും തുടക്കം കുറിക്കുകയായിരുന്നു. മാതാവ് വഴി ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആദ്യം ആഗ്രഹിച്ച് ഇസ്രയേലിൽ പോകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ ബൈബിളിനകത്ത് നറുക്കിട്ട് ചോദിച്ചു, ഇറ്റലി, ഇസ്രയേൽ അല്ലെങ്കിൽ ദുബായ്. മാതാവ് എനിക്ക് ആവർത്തിച്ച് കാണിച്ചു തന്നത് ഇറ്റലി ആയിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ഞാൻ നിഷേധിച്ചു, എനിക്ക് വേണ്ട, എനിക്ക് ഇസ്രയേലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അതിൻ്റെ പ്രൊസീജിയറിന് വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ മാതാവിനോട് ഒരു ഏജൻറ്റിനെ കാണിച്ചു തരാൻ ഞാൻ ആവശ്യപ്പെടുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യവും നല്ലതുപോലെ നടത്തി തരുന്ന നല്ലൊരു ഏജൻറ്റിനെ എൻ്റെ ഒരു ബ്രദർ കസിൻ വഴി എനിക്ക് കാണിച്ചു തന്നു. ആ ആൻറ്റി പ്രാർത്ഥനയിലുള്ളൊരു, ഇവിടെ ഉടമ്പടി എടുത്തൊരു ആൻറ്റിയാണെന്ന് ഞാൻ പിന്നാണ് അറിയുന്നത്. ഉടമ്പടി എടുത്ത പ്രാർത്ഥനാ ജീവിതത്തിൽ നയിക്കുന്ന ഒരു ആൻറ്റിയാണെന്ന് ഞാൻ പിന്നാണ് അറിഞ്ഞത്. ആൻറ്റി എനിക്ക് ഒരു ജനുവരി ആയപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം പ്രിപ്പറേഷൻ ചെയ്യണം, നമുക്ക് ഇതിനൊക്കെ എവിടെ പോകണമെന്ന് വീണ്ടും എന്നോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും ഇസ്രയേൽ വെച്ചു. അത് അന്നേരം ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു, ഇസ്രയേലിലേക്ക് സബ്മിറ്റ് ചെയ്യാനിരിക്കെ പെട്ടെന്ന് യുദ്ധം ഉണ്ടായപ്പം ആൻറ്റി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇസ്രയേലിൽ പോവണ്ട. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇസ്രയേലിൽ നീ പോവണ്ട, നീ ഇറ്റലി പോയാൽ മതി, ഇറ്റലി പോയാൽ നിനക്ക് നിൻ്റെ ഫാമിലിയെയും കൊണ്ടുപോകാം വരും കാലങ്ങളിൽ, നീ ഇറ്റലി പോയാൽ മതി എന്ന് പറഞ്ഞു. നേരെ ഞാൻ ഹസ്ബൻഡിനോടും അമ്മയോടും എല്ലാവരോടും മാതാപിതാക്കളോടെല്ലാം അനുവാദം മേടിച്ചും ഫസ്റ്റ് മാതാവിനോടും ചോദിച്ചു, ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ ഇതിൻ്റെ എല്ലാ പൂർത്തീകരണം അമ്മ തന്നെ നടത്തി തരാൻ പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ മാർച്ച് ആദ്യത്തോടു കൂടി ഡോക്യുമെൻ്റ് എല്ലാം VFCയിൽ സബ്മിറ്റ് ചെയ്ത് എനിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോയി. ഒരു മാർച്ച് 23 അപ്പോയിൻമെൻറ്റിൻ്റെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. അന്നേരം ഞാനിങ്ങനെ രാവിലെ ഭയങ്കരമായിട്ട് ഒരു യാത്രയിൽ ഞാൻ ജപമാല ചൊല്ലി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇത്രയും ദിവസമായിട്ട് അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് എനിക്ക് എന്താ നീ തരാത്തതെന്ന് ചോദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു 12 മണിയോടുകൂടി ആ ദിവസം തന്നെ എനിക്ക് മാതാവ് ഉത്തരം തന്നു. ആ ആൻറ്റി എന്നെ വിളിക്കുന്നു, മാർച്ച് 26 നിനക്ക് അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്, നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ നീ ഇവിടുന്ന് പോകണം, മുംബൈയിലാണ് VFC ഇൻ്റർവ്യൂവും വിസ സബ്മിഷൻ, പാസ്പോർട്ട് സബ്മിഷനും കാര്യങ്ങളും എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഷോക്കായിരുന്നു. എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. ഞാൻ ചോദിച്ചതും എനിക്ക് ഉത്തരം തന്നതും നിമിഷങ്ങൾക്കാവുകയാണ്. ഞാൻ ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന് കരഞ്ഞ്. എന്നിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്കിതിന് യോഗ്യതയുണ്ടോ, ഞാൻ ചോദിക്കുമ്പോൾ നീ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഉത്തരം തന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ചോദിച്ച് ഞാൻ കരയുകയാണ്. ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുകയാണ് ആ സമയത്ത്. ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ 26-ാം തീയതി മുംബൈയിലെത്തി. മുംബൈയിൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ രാവിലത്തെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെത് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. 7:30 എനിക്ക് അവിടെ നിൽക്കണം. ഞാൻ കയറുന്നതിന് മുന്നേ മാതാവിൻ്റെ എണ്ണ, ഞാൻ യാത്രകളിലെ ഉടനീളം ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ്രൂപമുള്ള ജപമാല ഉണ്ടാകും, എൻ്റെ നെറ്റിയിൽ എണ്ണയുണ്ടാകും. ഞാൻ പൊട്ട് ഉപയോഗിക്കാറില്ല. ഏകദേശം ഒരു 3 വർഷമായി ഞാൻ പൊട്ട് ഉപേക്ഷിച്ചിട്ട്. അതിന് മുന്നേ വരെയൊക്കെ ഞാൻ പൊട്ട് വയ്ക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ആലോചിക്കുന്ന എൻ്റെ അമ്മയുടെ തൈലം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എനിക്ക് പൊട്ടിൻ്റെ ആവശ്യമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഈ യാത്രയിൽ എവിടെ പോയാലും അടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ പോലും ഞാൻ ഉടമ്പടി തൈലം ഇടാതെ ഇറങ്ങി പോവാറില്ല. അങ്ങനെ ഞാൻ VFCയിൽ കയറുന്നതിന് മുന്നേ സൈഡിൽ ഒരു ചെടിയുണ്ട്, ആരും ചവിട്ടാത്തടുത്ത് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ കഴിക്കുകയും ചെയ്തു. എൻ്റെ അകത്ത് കയറി ഞാൻ ഒരുപാട് ടെൻഷനോടാണ് ഇൻ്റർവ്യൂവിന് കയറിയതെങ്കിൽ പോലും ഞാൻ ടെൻഷൻ അടിച്ചതിൻ്റെ ഒരു 0% പോലും എനിക്ക് അവിടെ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നില്ല. അവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്ന ആൾ പോലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ചിരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ജസ്റ്റ് 2-3 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു,
ഓക്കെ പോയിക്കോ, വിസ അടിച്ച് പാസ്പോർട്ട് വരുമെന്ന് മാത്രം പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിൽ വന്ന് മാതാവിനോട് എല്ലാവരോടും വിളിച്ച് ഇൻ്റർവ്യൂ പാസ്സായതിനും മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞ് ഇങ്ങനെ നിന്ന്. അങ്ങനെ മെയ് 12 ആയപ്പം ഞാനിവിടെ വന്ന് വീണ്ടും 6ാമത്തെ ഉടമ്പടി പുതുക്കി. 6ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവിടുന്ന് ആ ആൻറ്റി പറഞ്ഞത് 60 ദിവസമാകും എങ്കിലും ആകും വിസ വരാനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 60 ദിവസം ആകുന്നത് മെയ് 27-നാണ്. അമ്മ എനിക്ക് അതിനുള്ള മെയ് 27-നാണ് അമ്മ എനിക്ക് വിസ അടിച്ച് നൽകണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം എല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് വണക്കമാസത്തിന് എഴുതിച്ച്. വണക്കമാസത്തിന് ഞാൻ എഴുതിയ ഡേറ്റ് 27-ആണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് അവിടെ ഇരുന്ന ആൻറ്റി എനിക്കിട്ട് ആൻറ്റി അല്ല അത് മാതാവാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എനിക്ക് 14 ഡേറ്റ് ഇട്ട് എന്നെ വിട്ടു. ഞാൻ വീട്ടിൽ ചെന്ന് രസീത് നോക്കിയപ്പം 14. ഞാൻ ആലോചിക്കുക ഞാൻ ഇട്ട ഡേറ്റ് അല്ലല്ലോ ഈ വന്നേന്ന്. അന്നേരം ഞാനിങ്ങനെ അന്ന് പിറ്റേന്ന് രാവിലെ 13-ാം തീയതി രാവിലെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എൻ്റെ കാര്യം എന്താ അച്ഛൻ ഇങ്ങനെ പറയാത്തതെന്ന് ഞാൻ ചിന്തിച്ച് തീരും മുന്നേ അച്ഛൻ പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഉത്തരവായിട്ട് 7 ദിവസത്തിനകം അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുമെന്ന്. പക്ഷേ 7 ദിവസമൊന്നും എടുത്തില്ല. മെയ് 14 ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയാകുന്ന സമയത്ത് എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് ആൻറ്റി എന്നോട് പറയുന്നു, നീ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, ഈശോയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുഞ്ഞാണ് നീ. അല്ലെങ്കിൽ ഇങ്ങനൊരു അത്ഭുതം ഒരിക്കലും നടക്കത്തില്ല. കാരണം നിനക്ക് മുന്നേ വിസ വെച്ച ഒരാടെ പോലും പാസ്പോർട്ടിൽ വിസ അടിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് നിൻ്റെതാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് 45 ദിവസം തികഞ്ഞ ദിവസം എൻ്റേത് വന്ന് 60 ദിവസമാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് മാതാവ് കറക്റ്റ് 45 ദിവസം തികഞ്ഞത് 13-ാം തീയതി 14-ാം തീയതി വിസ അടിച്ച് വന്ന് 14-ാം തീയതി ഞാൻ അറിയുന്നത് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ചെന്ന്. എങ്ങനെ ഞാൻ കരയണോ മാതാവിൻ്റെ അടുത്ത് എന്തോ പറയണമെന്ന് പോലും അറിയാതെ ഞാനിങ്ങനെ ഈശോയെയും മാതാവിനെയും നോക്കി നിൽക്കുക. ഇതിനുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു ട്രേഡും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വെച്ചതൊന്നും അതിൻ്റെതായ ഒരു ഇതിലല്ല. വിദേശത്ത് പോകണമെന്ന് മാത്രമേ ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടുള്ളൂ. മാതാവ് എനിക്ക് മെയ് 14-ന് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ച് തന്ന്. ഞാൻ ഇവിടുന്ന് അതിനുശേഷം ഞാൻ ജൂൺ 3-ാം തീയതി ഇവിടെ വന്ന് പത്രമെല്ലാം മേടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വണ്ടി ഇരുന്ന് ജപമാല പഠിക്കുകയായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്ക് എന്നാ പോകാൻ പറ്റുന്നേ? ഇപ്പം തന്നെ 1 മാസം ആവാറായി വിസ അടിച്ചിട്ട്. ആകെ 3 മാസം, ഓഗസ്റ്റ് 8 വരെ സമയമുള്ളൂ. എനിക്ക് എന്നാ പോകാൻ പറ്റുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. കായംകുളം എത്തിയപ്പം ഞാൻ ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പം ആദ്യം 7 എന്നൊരു സംഖ്യ തെളിഞ്ഞു വന്ന്. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും 23 എന്ന സംഖ്യ തെളിഞ്ഞു വന്ന്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇതെന്താണ് മാതാവ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയെ വിളിച്ച് കാണിച്ചു. ചേച്ചിയും പറഞ്ഞു ശരിയാ അത് 7:23 ആണെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പത്രം മേടിച്ച് മാതാവിനോട് ഒത്തിരി നേരം ഇവിടുന്ന് ജപമാലയൊക്കെ ചൊല്ലി ഞാൻ വീട്ടിൽ പോയി. ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി. ഞാൻ 7-ാം തീയതി ഈ 7 കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി 7-ാം തീയതിയോ അല്ലെങ്കിൽ 17-ാം തീയതിയൊക്കെ എന്തെങ്കിലും അത്ഭുതം നടക്കാനായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അല്ലായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് എൻ്റെ കൈ കിട്ടുന്നത്. ഞാൻ പാസ്പോർട്ട് തുറന്ന് ഞാൻ നോക്കിയപ്പം അമ്മ തന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് 7-ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ചു തന്നു. അതിന് എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയത്തില്ല. നന്ദി പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അത് കഴിഞ്ഞ് ഞാൻ 23 ചോദിച്ചതിന് എന്താണെന്ന് ചോദിച്ചതിനുള്ള ഉത്തരവാണ് ഞാൻ 23-ാം തീയതി ഇവിടുന്ന് പോവുകയാണ് ഇറ്റലിക്ക്. അത് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എനിക്ക് ഈ വിസയും പിടിച്ച് ഇവിടെ നിൽക്കാൻ യോഗ്യത ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് അമ്മ തന്ന അനുഗ്രഹമാണ്. എനിക്ക് വിദേശത്ത് പോകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അമ്മയോട്. എവിടെ പോകണമെന്നും ഞാൻ ചോദിച്ചില്ല, എങ്ങോട്ട് പോകണമെന്നും ഞാൻ ചോദിച്ചില്ല. എല്ലാം അമ്മ തന്നെ എനിക്ക് 6 മാസം, എനിക്ക് തോന്നുന്നു 6 മാസം ആയില്ല അമ്മ എൻ്റെ കയ്യിൽ പാസ്പോർട്ടിൽ വിസ അടിച്ച് എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ഇന്ന് ഈ ആൾക്കാരെ സാക്ഷ്യം പറയാൻ അത് ഈ തിരിക്കാത്ത 9 കാണിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തോ 9 കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച്. ഇന്ന് 19 ഡേറ്റ്. ഇന്ന് സാക്ഷ്യം പറയാനാ മാതാവ്
എന്നെ അനുഗ്രഹിച്ചത്. ഇതുകൂടാതെ എനിക്ക് എനിക്ക് വിസ തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ മാതാവ് ജപമാല പഠിക്കുന്ന സമയത്തായാലും എനിക്ക് സുഗന്ധാഭിഷേകം തന്ന്. ഇപ്പം ഞാൻ ആരാധന നടത്തി മേളിൽ പോയി ബൈബിള് വായിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഭയങ്കര സുഗന്ധാഭിഷേകം. ഞാൻ അവിടെ നോക്കുക, ഈ മുല്ലപ്പൂ എവിടെ കിടക്കുന്നത്, എനിക്ക് ഇത്രയും മണം ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ ഒരു മുല്ലപ്പൂ പോലും ഞാൻ കണ്ടില്ല. പക്ഷേ എനിക്ക് നല്ല ഭയങ്കര മണം, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നല്ല മണം എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഈ സാക്ഷി എഴുതുന്ന സമയത്തെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇന്ന് വരുന്ന വഴിക്ക് ഞാൻ മാതാവിനോട് എപ്പോഴും കണ്ണടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തോട് ഞാൻ മാതാവിനോട് ചോദിക്കും, നീ കൃപാസനത്തിലുള്ള ഈ രൂപക്കുട്ടി ഇരിക്കുന്ന കണക്ക് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ണടയ്ക്കുമ്പം പക്ഷേ ഇവിടെ കാണത്തില്ല. അത് ഞാൻ മാതാവിനോട് ചോദിക്കും, നീ കൃപാസനത്തിലില്ലേ, നീ ഇതെവിടെ ഇപ്പോഴും യാത്ര ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും മാതാവിനോട്. അന്നേരം ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന പഠിച്ചൊന്ന് മയങ്ങിപ്പോയപ്പം പെട്ടെന്ന് രൂപക്കുട്ടി മാതാവുണ്ട്. മാതാവിൻ്റെ കൂടെ മാതാവിൻ്റെ അതേ കളറിൽ ഈശോയും ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഞാൻ വിചാരിച്ച് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും കണ്ണടച്ചിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് തോന്നിയതാണോ എന്ന് വെച്ചപ്പം വീണ്ടും എനിക്ക് അങ്ങനെ തന്നെ കാണിച്ചു തന്നു മാതാവ്. അന്നേരം എനിക്ക് മനസ്സിലായി ഇപ്പോഴും ഈ യാത്രയിലുടനീളം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ രോഗസൗഖ്യമായിട്ട് എനിക്ക് ഈ വലത്തെ താടിയെല്ലിന് തേയ്മാനം ഉണ്ടായിരുന്നു. എനിക്ക് ഈ കട്ടിയുള്ള ഒരു സാധനങ്ങളും കടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് കടിച്ച ഉടനെ ആ ഭാഗം മൊത്തം നീര് കെട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിടക്കാൻ പറ്റത്തില്ല, വേദന. പക്ഷേ ഏകദേശം ഒരു 2 മാസത്തോളം ആകുന്ന മേളിലായി, 2-3 മാസം എന്ന് പറയാം, അത്രയായി. എനിക്ക് ഇപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല, എന്ത് കഴിച്ചാലും എനിക്ക് വേദനയില്ല. അതുപോലെ തന്നെ എനിക്ക് എല്ലാ മാസവും എനിക്ക് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതും ഇതുപോലെ ഒരു 3 മാസമായിട്ട് എനിക്ക് ഒരു ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. കഫക്കെട്ടിൻ്റെ പ്രശ്നം ഇപ്പം എനിക്ക് വരാറില്ല. അലർജിയുടെ അസുഖം എനിക്ക് എൻ്റെ മാതാവ് അതും എനിക്ക് മാറ്റി തന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം മേടിച്ച് ക്രൈസ്തവർക്കല്ല, കൂടുതലും ഞാൻ അക്രൈസ്തവർക്ക് തന്നെയാണ് ഞാൻ നടന്നുപോയി എല്ലായിടത്തും കൊടുക്കും. ഞാൻ പള്ളികളിൽ അധികം കൊടുക്കാറില്ല. കൊടുക്കുമെങ്കിൽ പോലും അധികം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാനും കൂടെ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത്, ഞാനിനി എൻ്റെ സ്ഥലത്ത് അക്രൈസ്തവരായ ആൾക്കാർക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് എനിക്ക് എവിടം വരെ പത്രമായിട്ട് പോകാൻ പറ്റുന്നോ അത്രയും സ്ഥലത്ത് പോയി ഞാൻ പത്രം കൊടുക്കാറുണ്ട്. എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥന എപ്പോഴും മാതാവിനോട് നിയോഗം വെച്ച് സമർപ്പിച്ച് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറിയിൽ നിന്നായാലും എന്നാൽ കഴിയുന്ന ഒരു തുച്ഛമായ തുകയായാലും ഞാനത് എല്ലാവർക്കും എത്തേണ്ട കാര്യങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനിതുവരെ എനിക്കൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞാൻ 100 കൊടുക്കുമ്പോൾ മാതാവ് എനിക്ക് തിരിച്ച് 1000 എൻ്റെ കൈ വെച്ച് തരുന്ന ഒരവസ്ഥ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ഈ ജപമാല കൂടെ കൊണ്ട് ഞാൻ പേഴ്സിൽ കാണും. എൻ്റെ പേഴ്സിൽ 1 രൂപ പോലും കുറഞ്ഞ് എൻ്റെ കയ്യിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും പൈസ നിറച്ച് എൻ്റെ പേഴ്സിൽ കാണും. ഞാൻ ആർക്ക് കൊടുക്കാനായാലും എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. എനിക്ക് നാളെ ഇത് എന്താണ് ആവശ്യമെന്ന് പോലും ഞാൻ ചിന്തിക്കാറില്ല. ദൈവത്തിൻ്റെ അത് ഞാൻ ആർക്കായാലും അർഹതപ്പെട്ട കരങ്ങളിൽ ഞാൻ എത്തിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകോടി നന്ദിയുടെ നറുമലറുകൾ അമ്മയുടെ തിരുക്കുമാരൻ്റെ പാദാന്തിക്കത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇതുപോലെ സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 5-ാം തിരുവചനം. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെ ആയിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവു പോലെ അവൻ വേരുറപ്പിക്കും, അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും, അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. സിബി എന്ന ഇമകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് മരിയൻ ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റും വിളങ്ങി നിൽക്കുന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മകൾ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, വിദേശത്തെവിടെയെങ്കിലും എനിക്ക് ജോലിക്ക് പോകണം, എനിക്കതിനുള്ള യോഗ്യതയില്ല. അങ്ങനെ അയോഗ്യതകളിൽ തുടങ്ങി ഈശോ തന്നെ പറയുന്നത് പോലെ
അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന എല്ലാ മരിയൻ കണ്ടൻ്റുള്ള എലമെൻ്റുള്ള ഒരു സാക്ഷ്യമാണിത്. മകൾക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ 6 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇന്ന് വിസ കയ്യിൽ കെട്ടി മകൾ ഇറ്റലിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സിബിയുടെ ഈ ജീവിതത്തിൽ വളരെയധികം ഇടപെട്ടുകൊണ്ട് എല്ലാ സൈൻസ് സിമ്പിൾസ് എല്ലാം അമ്മ കാണിച്ചു കൊടുത്ത് ഡേറ്റ്, സമയം, അങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ശാരീരിക അസ്വസ്ഥതകളിലെ സൗഖ്യങ്ങൾ എല്ലാം ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ കമ്മ്യൂണിക്കേഷനിലൂടെ നിനക്ക് സാധിക്കാവുന്ന, നിനക്ക് എന്ത് വേണം, നീ ആഗ്രഹിച്ചത് ഇസ്രായേലാണെങ്കിലും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഏജൻറ്റ് തന്നെ ഈ മകൾക്ക് ഇറ്റലിയിലേക്ക് കൊണ്ടുപോവുകയും സമയാസമയങ്ങളിൽ സുഗന്ധാഭിഷേകത്തിലൂടെയും സമയച്ചുരുക്കത്തിലൂടെയും എല്ലാം ഈ മകൾക്കുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു കൊടുത്ത് ഈശോയെ അത്യധികം സ്നേഹിക്കുവാനും ഇനി അതുപോലെ തന്നെ തുടർന്നുള്ള ജീവിതത്തിലും എപ്പോഴും ഈശോയോട് കൂടെയായിരിക്കുവാനും നിത്യതയോളം ഈശോയെ കൂട്ടുപിടിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപ നൽകിയതിന് സിബിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഈ സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ തകർന്ന് ജീവിക്കുന്ന എല്ലാ മക്കളുടെയും അനുഭവങ്ങളെയും പ്രാർത്ഥനകളെയും സിബിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷികളാക്കിയതിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് രമ്യ. ഞാനിവിടെ അടുത്ത് തന്നെയാണ്, കോമളപുരത്ത് നിന്നാണ് വരുന്നത്. അമ്മയുടെ ഞാൻ പ്രാർത്ഥിച്ചതിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ മക്കൾ. ഇത് ഇഷീൻ, ഇത് ഇനയ, ഇതെൻ്റെ ഹസ്ബൻഡ്, ഇത് അമ്മ. എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മക്കൾ. അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഇവിടെ വന്ന് മാതാവിനോട് അപേക്ഷിച്ചതാണ് എൻ്റെ ഈ മക്കൾ. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വരികയും മാതാവിനോട് എനിക്ക് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ കല്യാണം 2021 മെയ് 9 ആയിരുന്നു. 2 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ അകത്ത് എനിക്ക് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മാതാവ് 2 പൊന്നോമനകളെ തന്ന് അനുഗ്രഹിച്ചു. ഇരട്ടക്കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും. മാതാവിനെ ഞാൻ ഓരോ ഇതും പറയുമ്പോൾ ഓരോ കോളത്തിലും ഞാൻ പല രീതിയിൽ മക്കളെ തരയണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് മാതാവ് അത് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഒരുപാട് ഇവിടെ വന്ന് ആ തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. മാതാവിനോട് ഞാൻ എന്നും പറയും, മാതാവേ എനിക്ക് ഇങ്ങനെ പ്രഗ്നൻ്റ് ആകണം. അത് ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഞാൻ ഇവിടുന്ന് പോകാൻ നേരത്തെ മാതാവിൻ്റെ ഒരു പേപ്പറിലും എഴുതി മാതാവിൻ്റെ കാൽ കീഴിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു 2024 ഡിസംബർ 31 തീരുന്നതിന് മുമ്പായി തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് അറിയാൻ സാധിക്കണമെന്ന്. ഞാൻ അതുപോലെ തന്നെ നവംബർ 12 2024 ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. എന്ന് ഞാൻ മാതാവിനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, എല്ലാവരും കാണുന്നു മാതാവിനെ, എനിക്കും മാതാവിനെ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ സാധിക്കണമെന്ന്. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കും മാതാവ് വരുന്നുണ്ടോ എന്നുള്ളത്. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ തന്നെ മെഴുകുതിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും മാതാവിനെ ഞാൻ കാണുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതേ ദിവസം തന്നെ ഞാൻ വൈകുന്നേരം പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയുമായിരുന്നു. അതുപോലെ ഞാൻ ഒരു 5-8 ദിവസം കഴിഞ്ഞ് ഞാൻ ചെക്കപ്പിന് ചെന്നു. അവർ സ്കാൻ ചെയ്തു, പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു.
അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മാതാവിനോട് വന്ന് നന്ദി പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുകയും ഇടിക്കുകയും ചെയ്യുമായിരുന്നു. അത് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മാതാവ് മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടു. അന്ന് എനിക്ക് ചെറിയൊരു ഡിസ്ചാർജ് പോലെ വരികയും ഞാൻ ഹോസ്പിറ്റലിൽ പോകുകയും ചെയ്തു. അന്ന് ചെന്ന് സ്കാനം ചെയ്ത് അവർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല. അന്നാണ് ഞാൻ അറിയുന്നത് എനിക്കൊരു കുഞ്ഞല്ല എന്നുള്ളത്. ഞാൻ അന്നാണ് അറിയുന്നത്. അങ്ങനെ ഞാൻ പിന്നെ പ്രഗ്നൻസിയിലൂടെ കടന്നുപോയി. എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. പിന്നീട് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അടുത്ത കുഞ്ഞും ഉണ്ടെന്നറിഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് വന്ന് ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ ഒരു കുഞ്ഞിനെയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ മാതാവ് എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. ഏറ്റവും വലിയ ഒരു കാര്യം അതായിരുന്നു. എനിക്കത് പറയണം. അത് നടന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുമെന്ന് ഞാനിവിടെ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് കിട്ടിയത് എനിക്കിവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ മെയിനായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ബ്ലെസ്സിങ്സ് മേടിക്കണമെന്നും ഇതിവിടെ പറയണമെന്നും ഞാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ പ്രഗ്നൻസിയിലൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിച്ചു. ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ. 9 മാസം കടന്നു പോകുന്നതും എനിക്ക് വലിയ ഇതൊന്നും മാതാവ് അറിയിച്ചു തന്നില്ല. ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം എനിക്ക് ഒന്നും ആ ഒരു വേദനകളോ മറ്റുള്ളതോ ഒരു ഇതും ഞാൻ അറിഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ ഇച്ചുക്കുട്ടൻ പോയി ഒരു ദിവസം കട്ടിലിൽ നിന്ന് മേളിൽ നിന്ന് താഴത്ത് വീണ്. അന്ന് ഒരുപാട് ഞങ്ങൾ പേടിച്ച് കരയൊക്കെ ചെയ്തു. പക്ഷേ അവൻ ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത്. അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഓർത്തു മാതാവ് താങ്ങി പിടിച്ചതായിരിക്കും, അല്ലെ മാതാവ് വാങ്ങിച്ചതായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. അവന് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അവന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവൻ ശരിക്കും കരയ പോലും ചെയ്തില്ല. അവൻ അത്രയും മേളിൽ നിന്നാണ് താഴത്ത് വീണത്. പക്ഷെ അവന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ പോകുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലിയുടെ തടസ്സം ഉണ്ടാകുകയും വാട്ടർ അതോറിറ്റിയിൽ പ്രശ്നം ഉണ്ടാകുകയും ചെയ്തപ്പം ഞാൻ മാതാവിനോട് ഒരു ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ അതും നീക്കി ഞങ്ങളെ അനുഗ്രഹിച്ചു തന്നു. അതുപോലെ എൻ്റെ പ്രഗ്നൻസിയിൽ എന്നെ ഡെലിവറി കഴിഞ്ഞ് ഇറക്കിയപ്പോൾ എൻ്റെ ബ്രസ്റ്റിലൊരു ചെറിയ പിമ്പിൾ പോലെ ഉണ്ടായിരുന്നു. അത് പഴുത്തങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ ഫീഡ് ചെയ്യാനൊന്നും സമ്മതിച്ചില്ല. പൊട്ടി കൊച്ചിൻ്റെ അകത്ത് പോകുമോ, അവർക്ക് പേടിയായിരുന്നു. പിന്നെ സർജനൊക്കെ വന്ന് നോക്കി കുഴപ്പമൊന്നും ഇല്ല, ഫീഡ് ചെയ്യിപ്പിക്കേണ്ട, ഇപ്പോഴത്തെ വശം കൊണ്ട് ഫീഡ് ചെയ്യിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഞാനിനി കാണരുതേ, മക്കൾക്ക് യാതൊരുവിധ പ്രശ്നം അതുകൊണ്ടുണ്ടാകരുതേ, എനിക്ക് അത് മാറ്റി തരണേ എന്നുള്ളത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം കുളിക്കാൻ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആ പിമ്പിൾ അവിടെ ഇല്ല. പൂർണ്ണമായും അത് മാതാവ് മാറ്റി തന്നു. അതിൻ്റെ ഒരു പാട് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാനത് ഉടമ്പടിയിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ ആ കട്ടിലേയിരുന്ന് പ്രാർത്ഥിച്ച ഒരു നിയോഗമാണ് ഇത്. മാതാവിനോട് ഒരുപാട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു അതിര് പ്രശ്നം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അത് ഒരു കോംപ്രമൈസും ആകാതെ വഴക്കിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ, വഴക്കിട്ട് പിരിയുക, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ അതിര് പ്രശ്നം മാറ്റി അവിടെ മതിൽ കെട്ടി അടക്കണമെന്ന് ഞാൻ ഒരു നിയോഗമായി വെച്ചിരുന്നു. അതും മാതാവ് അനുഗ്രഹിച്ചു. എല്ലാം മാറ്റി അത് എല്ലാം മതിൽ കെട്ടി അടച്ച് ആർക്കും ഒരു പ്രശ്നമില്ലാതെ വഴക്കില്ലാതെയൊക്കെ മാറ്റി തരികയാണ് ഉണ്ടായത്. കാരുണ്യപ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പഠനോപകരണങ്ങളും മറ്റു കാര്യങ്ങളും അതും ഇതുമൊക്കെ നൽകി. പിന്നെ ഞാൻ പ്രഗ്നൻസിയുടെ ഇടയിലായതുകൊണ്ട് സാമ്പത്തിക സഹായം അങ്ങനെയാണ് നൽകിയത്. അപ്പം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് വേറെ പോയി പിന്നെ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. പിള്ളേരുടെ നാൾ വരുമ്പോൾ ഒരു അനാഥാലയത്തിൽ പോയി അവർക്ക് ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ച് അതിൻ്റെ പൈസ മാറ്റി വെച്ചു.
അങ്ങനെയുള്ള പ്രവർത്തനമാണ് ചെയ്തത്. പിന്നെ ഇപ്പോഴാണെങ്കിലും മക്കൾക്ക് പനിയോ കാര്യങ്ങളോ വന്നാൽ ഞാൻ ആ എണ്ണ ഉപയോഗിച്ച് കുരിശ് വരയ്ക്കുകയും തേൻ കൊടുക്കുകയും ഉപ്പിടുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ മാതാവിനെ ഞാൻ ഒരുപാട് നന്ദി പറയണു. അമ്മ മാതാവിനും തിരുകുമാരനും പറഞ്ഞാലും തീരാത്ത നന്ദിയാണ്. ഞാൻ ഒരാവശ്യമായിട്ടാണ് ശരിക്കും ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് ഒരാളെ ചോദിച്ചപ്പോൾ രണ്ടാളെ തന്ന മാതാവിന് ഒരുപാട് കോടാനുകോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സങ്കീർത്തനം 139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് രമ്യ കോമളപുരം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മകള് എൽത്താരക്ക് മുമ്പിൽ കടന്നു വരികയും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗമായ കുഞ്ഞുങ്ങളെ ലഭിക്കുക എന്ന സന്തോഷമാണ് ഈ മകള് ഇവിടെ നമുക്ക് മുമ്പിൽ പങ്കുവെച്ചത്. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇരട്ട കുട്ടികളെയാണ് ഈ അമ്മ മാതാവ് ഈ മകൾക്ക് നൽകി അനുഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെ പ്രഗ്നൻസി സമയത്താണെങ്കിലും നേർച്ച വസ്തുക്കളുടെ ഉപയോഗങ്ങളാണെങ്കിലും ഈ മകളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആശ്വാസമാണ് ഉണ്ടായത്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയുടെ തൊഴിൽ സ്ഥലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും മാറ്റുകയും കുറേ നാളുകൾ കൊണ്ട് നടന്നിരുന്ന അതിരി തർക്കങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള തൻ്റെ ഉടമ്പടി ജീവിതം തന്നെയാണ്. ഈ ഉടമ്പടി ജീവിതത്തിൽ കൂടുതലായിട്ട് നന്മയിൽ ജീവിക്കുവാനും അതുപോലെ തന്നെ സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെയാണെങ്കിലും ചില സമയങ്ങളുടെ അടയാളത്തിലൂടെയാണെങ്കിലും ഈ മകൾക്ക് പരിശുദ്ധ അമ്മയെ കാണുവാനും സന്ദർശിക്കാനുമൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. ഈ മകളോട് ചേർന്ന് അമ്മയോട് നന്ദി പറയാം. ഒപ്പം ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഇവരെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ സാക്ഷി ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായി മാറ്റാൻ നമ്മളെയും ഒരുക്കണമേ എന്ന്. എൻ്റെ പേര് റൈസി പീറ്റർ. ഇതെൻ്റെ മകൻ ജോൺ സ്റ്റീൻസ്, മകൻ്റെ ഭാര്യ ജിസ്ന. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിലെ വെള്ളാനി സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഈ പരിശുദ്ധമായ മണ്ണിൽ നിൽക്കുന്നതിനും അമ്മയുടെ സാന്നിധ്യമുള്ള ഈ അൾത്താരിൽ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ നേടിത്തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരിയിലാണ്. ഞാനൊരു സ്കൂൾ അധ്യാപികയായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. CBSE സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെ ഇൻഫ്ലുവൻസ് മൂലമാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും കാരണമായത്. അങ്ങനെ 2019 ഏതാണ്ട് ഒരു വർഷക്കാലം ഉടമ്പടിയിലായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. കാരണം പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ, പ്രവൃത്തികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ വിശ്വാസവും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അങ്ങനെ 2019 ശേഷം കൊറോണ വന്നപ്പോൾ ഏതാണ്ട് ഉടമ്പടി പൂർണ്ണമായിട്ടും നിലച്ചുപോയി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായത്, മകൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി ജീവിതം അവസാനിപ്പിച്ചെങ്കിലും സാക്ഷ്യം കേൾക്കുന്നത് നിർത്തിയിരുന്നില്ല. അങ്ങനെ സാക്ഷ്യം കേൾക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 24 മണിക്കൂർ എന്ന് പറഞ്ഞോണം എപ്പൊക്കെ എന്ത് പണി ചെയ്യുമ്പോഴും എന്ത് അടുക്കളയിൽ എവിടെയായിരുന്നാലും സാക്ഷ്യം കേൾക്കുമായിരുന്നു. അങ്ങനെ സാക്ഷ്യം കേട്ട് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് ധാരാളം അനുഗ്രഹങ്ങൾ ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം 2024 നവംബറിൽ ഞാനൊരു ഉച്ചയ്ക്ക് ഒരു 5 മിനിറ്റ് കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ സ്കൂളിൽ ജോസഫച്ചൻ വന്ന് ഒരു പ്രയർ മീറ്റിങ്ങിന് വരുന്നു. ആ പ്രയർ മീറ്റിങ്ങിന് വരുമ്പോൾ അച്ഛൻ ഹാളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഞാനവിടെ നിന്നു. അച്ഛനെ കാണാൻ, അച്ഛനോട് പറയണം എൻ്റെ നിയോഗം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അച്ഛൻ അങ്ങനെ പ്രയർ ഹാളിലേക്ക് കടക്കുമ്പോൾ എന്നെ ഒന്ന് നോക്കി. ഞാൻ അപ്പം അച്ഛനോട് ഇങ്ങനെ ഒരു ആവശ്യം എൻ്റെ ഒരു നിയോഗം പറഞ്ഞു. അച്ഛനൊന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഡേറ്റ് മാതാവ് തന്നു. ജൂൺ 7 എന്നൊരു ഡേറ്റ് തന്നു.
അത് ഞാൻ എല്ലാവരോടും, വീട്ടിലും എല്ലാവരോടും പറഞ്ഞു, സ്കൂളിൽ എല്ലാവരോടും പറഞ്ഞു. അതിനുശേഷം ആരെന്നോട് ചോദിക്കുമ്പോൾ മകൻ്റെ വിവാഹത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അവന് 27 വയസ്സിൽ വിവാഹം ആലോചിച്ച് തുടങ്ങി, 30 വയസ്സാകാറായി, ഇനി പെണ്ണ് കിട്ടില്ല എന്ന് അവനും ഉറപ്പിച്ചു, എല്ലാവരും ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരും എന്നെ ടെൻഷൻ അടിപ്പിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് ടെൻഷനില്ല, മാതാവ് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ജൂൺ 7, അതിനുശേഷം ഇനി നമുക്ക് ടെൻഷൻ അടിക്കാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഒരു പ്രാവശ്യം. അങ്ങനെ ആദ്യത്തെ പുതുക്കലിന് ശേഷം ജൂൺ 7 മുൻപായി എൻ്റെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഓഗസ്റ്റ് 24, 2025 ഓഗസ്റ്റ് 24 വിവാഹം മംഗളകരമായിട്ട് അമ്മ നടത്തിത്തന്നു. അമ്മ നല്ലൊരു മകളെ നൽകി അവനെ അനുഗ്രഹിച്ചു. ലൂക്ക 18:27 അങ്ങനെ അന്വർത്ഥമായി ഞങ്ങളുടെ ജീവിതത്തിലും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ സംഭവിച്ച അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. 2025-ലും 2024-ലും ജപമാല റാലിയിൽ പങ്കെടുത്തു. അതും എൻ്റെ ഈ ടീച്ചറുടെ തന്നെ ഒരു ഇൻഫ്ലുവൻസ് മൂലമാണ്, നിർബന്ധം മൂലമാണ് വന്നത്. അങ്ങനെ വന്ന് പങ്കെടുത്തതിന് ശേഷം എനിക്കെന്ന് വരുമ്പോൾ കാലിൽ വെരിക്കോസിൻ്റെ ശല്യമുണ്ടായിരുന്നു. കാലുകളിൽ ഞരമ്പ് വന്ന് വീർത്ത് ചൊറിച്ചിലൊക്കെ ആയിരുന്നു. കാലുവേദന ഭയങ്കരമായിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചു നടന്ന് എൻ്റെ കാല് ഒടിഞ്ഞു പോകും, 3 കഷ്ണമാകുമെന്ന് ഞാൻ വിചാരിച്ചു. അത്രമാത്രം വേദനയായിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഈ ജപമാല റാലിക്ക് നടന്നതിന് ശേഷം എനിക്ക് പിന്നീട് ഇന്ന് വരെ ആ ഒരു അസുഖം എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ പരിപൂർണ്ണ സൗഖ്യമുള്ളവളായി. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. പിന്നീട് എൻ്റെ കാലിൽ ആണി രോഗം ഉണ്ടായിരുന്നു. ഒരു 2 വർഷമായിട്ട് പല മരുന്ന് ഉപയോഗിച്ചു, മാറിയില്ല. അതിനുശേഷം മാതാവിൻ്റെ ഉടമ്പടി തല ഉപയോഗിച്ച അതും മാറ്റിത്തന്നു, മാതാവ് മാറ്റിത്തന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പും കുർബാന മുടക്കാറില്ല. കുമ്പസാരം 15 ദിവസം കൂടുമ്പോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായന ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഈശോയുടെ സ്നേഹത്തെ പ്രതിയല്ല, അങ്ങനെ വായിക്കണം ആ ഒരു ഇതിൽ റുട്ടീൻ പോലെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി ഈശോയുടെ സ്നേഹത്തോടെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ചൊവ്വാഴ്ചകൾ ഉടമ്പടി ധ്യാനവും കൂടാറുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ പിന്നത്തെ ഈ ഉടമ്പടി റാലി മാല റാലിക്ക് ശേഷം കൂടുതൽ ആത്മീയതയിൽ വളർന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ, പത്രം എല്ലാ വീട്ടിലും കൊണ്ടുപോയി വീടുകൾ കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു. അതിൽ ഇരുമ്പടി തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഈ ഉടമ്പടി പത്രം കൊടുത്തിരുന്നത്. ഉടമ്പടി പത്രം കൊടുക്കാനായിട്ട് ആദ്യം എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ധ്യാനത്തിൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഡൗൺ ചെയ്യില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്കത് സാധിച്ചു. ഇപ്പോൾ അധികം മടിയൊന്നുമില്ലാതെ, ഇനിയും അതിൽ വളരേണ്ടതുണ്ട് എങ്കിലും അധികം മടിയില്ലാതെ എനിക്ക് വീടുകൾ കയറി ഇറങ്ങി പത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അഭയഭവനുണ്ട്, കിടപ്പ് രോഗികളുടെ. ആഴ്ചയിൽ 1 ദിവസം അവിടെ പോയി അവരെ സഹായിക്കും. അവരെ കുളിപ്പിക്കാനും വസ്ത്രം കഴുകാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ സാമ്പത്തികമായിട്ട് സഹായിക്കും. അനാഥാലയങ്ങളിലും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ പൈസ കൊടുത്ത്, എന്നെക്കൊണ്ടാവുന്ന പൈസകൾ കൊടുത്ത് ഞാൻ സഹായിക്കും. ഇതെല്ലാം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇനിയുള്ള എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഈ മകനും ഇപ്പോൾ ഉടമ്പടിയിലാണ്. എൻ്റെ പ്രാർത്ഥന പ്രഭാഷകൻ 36:5-6 വചനങ്ങളാണ്. കർത്താവെ, ഞങ്ങളങ്ങേ അറിഞ്ഞതുപോലെ ഇവരും അങ്ങേ അറിയാൻ ഇടയാക്കണമേ. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. കർത്താവെ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഇനിയുള്ള കാലവും ഉടമ്പടി ജീവിതം നയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് മാതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. നന്ദി. ഞാൻ എൻ്റെ മകന് 2 വാക്ക് സംസാരിക്കാൻ കൊടുക്കും. എൻ്റെ പേര് ജോൺ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഫലമായി എനിക്ക് ഒട്ടും വിചാരിക്കാതെ കറക്റ്റ് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലൊരു വധുവിനെയാണ് എനിക്ക് കിട്ടിയത്. അതനുസരിച്ച് ഇപ്പോൾ എനിക്ക് നല്ലൊരു വിശ്വാസം വന്നു. ഞാനപ്പോൾ ഞാനും ഈ 1 മാസം മുന്നേ ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തു തന്ന മാതാവിന് നന്ദി പറയുന്നു. ഇന്നത്തെ കാലത്ത് വളരെയധികം അമ്മമാർ മക്കളുടെ വിവാഹം കഴിയാതെ വിഷമിക്കുന്നുണ്ട്. എന്ത് ക്വാളിറ്റീസ് മക്കൾക്ക് ഇല്ലെങ്കിലും, അവർക്ക് വിശ്വാസം ഇല്ലെങ്കിലും മാതാവിനോട് അമ്മമാർ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് സാധ്യമാകുമെന്നൊരു സജഷനും കൂടിയും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ തരികയാണ്. നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ.
ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. റൈസി എന്ന അമ്മ തൻ്റെ മകനോടും മകൻ്റെ വൈഫിനോടും ചേർന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിത ഭാരം, ജീവിത സങ്കടങ്ങളെ ലഘൂകരിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. അമ്മയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഈശോയുടെ ഒരു തിരഞ്ഞെടുപ്പാണിത്. നാം ഓരോരുത്തരും ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും. പരിശുദ്ധ അമ്മ നമ്മെക്കുറിച്ച് അതിയായി ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരും നിത്യതയിലേക്ക് ഈശോയോടൊപ്പം ആയിരിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ഒരു സ്വപ്ന ദർശനത്തിലൂടെയാണ് അമ്മയ്ക്ക് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഉടമ്പടി ജീവിതം തനിക്ക് യോജ്യമാണ്, അത് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ബോധ്യം ഈ ടീച്ചറിനെ റൈസിക്ക് വന്നത്. മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു അസാധ്യമായി എന്ന് തോന്നിയപ്പോൾ കുടുംബത്തോടൊപ്പം ഇതിനി സാധ്യമല്ല എന്ന് ഒരു ചിന്തിച്ച് ഉറച്ച സങ്കടത്തിൽ ജീവിക്കുമ്പോഴാണ് ഒരു ഉടമ്പടി ഒരു സാധ്യതയായി കടന്നു വന്നത്. അവരാഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ മകന് ലഭിക്കുകയും മകൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പരിശുദ്ധ അമ്മയോടും ഈശോയോടുമുള്ള സ്നേഹം വ്യക്തമാക്കുകയും ചെയ്ത് അവരിന്ന് ഉടമ്പടിയിലാണ്. അതുപോലെ തന്നെ അവർക്ക് റൈസിക്ക് വേരിക്കോസ് വെയിൻ വളരെ ശക്തമായ പെയിനായിരുന്നു. അതിൽ നിന്നും ജപമാല റാലിയിലൂടെ വളരെയധികം നിൽക്കുമ്പോഴും നടക്കുമ്പോഴാണ് വേരിക്കോസ് വെയിൻ വളരെ ശക്തമായി പെയിൻ ഉണ്ടാകുന്നത്. പക്ഷേ അമ്മയ്ക്ക് സൗഖ്യം നൽകിയത് ആ ജപമാല റാലിയിൽ അത്രയും സമയം 14 കിലോമീറ്ററോളം നടന്ന് പരിശുദ്ധ അമ്മയുടെ ജപമാല അർപ്പിച്ചപ്പോഴാണ് അമ്മയ്ക്ക് സൗഖ്യമുണ്ടായെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആണിരോഗവും അതുപോലെ നേർച്ച വസ്തുക്കളുടെ ശക്തമായ ഉപയോഗത്തിലൂടെ അവർക്ക് സൗഖ്യമുണ്ടായി. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിൻ്റെ നിക്ഷേപം എവിടെയാണ് അവിടെയാണ് നിൻ്റെ ഹൃദയം. നിൻ്റെ നിക്ഷേപം ആരാണ്, എന്താണെന്ന് ഈ ഉടമ്പടിയിലൂടെ നാം പഠിക്കുകയാണ്, അറിയുകയാണ്. ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും എപ്പോഴും ഈശോയുടെ വിശപ്പും ദാഹവും നമുക്ക് മനസ്സിലാക്കുവാനും ഒരു കാലം മുന്നോട്ട് നടക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അസാധ്യതകളെ സാധ്യതകളാക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഇനി പരിശുദ്ധ ബലിവേദിയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാനും 1000 നന്ദി. എൻ്റെ പേര് ടിൻസി. ഞാൻ ചമ്പക്കുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ബസിലിക്ക സെൻറ്റ് മേരീസ് ബസിലിക്ക ഇടവങ്കാണ്. ഞാൻ ഇവിടെ 2024 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. പക്ഷേ എൻ്റെ അമ്മ 2019 തൊട്ട് ഉടമ്പടി എടുത്തിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ അമ്മ ഏറ്റവും പ്രാധാന്യമായിട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം എൻ്റെ പഠനത്തോടൊപ്പം എനിക്കൊരു ജോലിയുമായിരുന്നു. 2020 BSc സുവോളജി ഞാൻ പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് എനിക്ക് മുൻപോട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് കോഴ്സ് പഠിക്കണം. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ടൊരു വഴി പറഞ്ഞു തരാൻ ആരും കാണത്തില്ല. ആ ഒരു അവസ്ഥ അനുഭവിച്ച ഒരുപാട് പേര് ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പഠിക്കണം, ഒരു കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് അത് ജോലി ഇല്ലാതിരിക്കേണ്ടി വരുമോ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ടിട്ടോണ്ടിരിക്കുന്ന സമയമായിരിക്കും ഓരോ പിള്ളേരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണം എന്നെനിക്കറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരിയാണ് എന്നോട് പറഞ്ഞത്, ഓക്കെ എടി നമുക്കൊരു കാര്യം ചെയ്യാം, MHA എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, നമുക്ക് അത് പോയി അപ്ലൈ ചെയ്താലോ എന്ന് വിചാരിച്ച്. അപ്പം ഈ സമയത്തൊക്കെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മുൻപിൽ കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. അതേ തുടർന്ന് ഞാൻ MHAക്ക് വേണ്ടിയിട്ട് പോയി ആപ്ലിക്കേഷൻ ഇട്ടുവെങ്കിലും എനിക്ക് മനസ്സിൽ ആർമി എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പം ആർമിക്ക് പോകണോ അതോ രണ്ടിടത്തും ഞാൻ ഒരേ സമയം ആപ്ലിക്കേഷൻ ഇട്ടു. ഒന്നെങ്കിൽ ആർമിക്ക് പോകാം, ഇല്ലെങ്കിൽ MHA എന്നുള്ള കോഴ്സിന് എടുക്കാം. പക്ഷേ എല്ലാവരും എല്ലാ ഭാഗത്തും കയറി, കൂടെ പഠിച്ചവരൊക്കെ പല ഉപരിപഠനത്തിന് കയറി. അപ്പോഴും എനിക്കൊന്നും ആയില്ല. മുൻപോട്ട് എന്ത് ചെയ്യണം, എനിക്കൊന്നും ആയില്ലല്ലോ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ റിസൾട്ടും വന്നിട്ടില്ല, വേറൊരു കോഴ്സിനാണ് അപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയാതിരുന്നപ്പം മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ട്. ഞാൻ കൊച്ചിലെ തൊട്ട് ഗായക സംഘത്തിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം
നമ്മൾ ഒരു സമയമാകുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ നിൻ്റെ മുന്നിൽ ഒരു വേല ചെയ്തുകൊണ്ടിരുന്നവളല്ലേ ഞാൻ, അപ്പം എനിക്കിപ്പോൾ ഒരു എന്ത് കോഴ്സ് എടുക്കണം അല്ലെ എങ്ങോട്ട് തിരിയണം എന്നറിയാതെ ഞാൻ വിഷമിക്കുന്ന സമയത്ത് എനിക്കൊരു മാർഗം, എനിക്ക് മുന്നോട്ട് എന്താ നീ കാണിച്ചു തരാത്തെ എന്നുള്ളത് പരാതികളായി മാറി. ഞാനപ്പം വീട്ടിൽ ആരുമില്ലാഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന ചരലെടുത്ത് പെറുക്കി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇട്ടിട്ട് ഞാൻ മുട്ടുകുത്തി കൈവിരിച്ച് കരഞ്ഞൊരു നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ നിൻ്റെ മുൻപിൽ ഇത്രയും നാൾ ഞാൻ പാടി നിനക്ക് വേണ്ടി ഗാനം ആലപിച്ചവളാണ്, എനിക്കൊരു വഴി കണ്ടെത്തണം. അതേസമയം എൻ്റെ അമ്മ അന്ന് രാത്രി എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മ നിനക്കൊരു വഴി കാണിച്ചു തരും, നീ അതുകൊണ്ട് ഒന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, നിനക്കൊരു വഴി, മാതാവ് തരുന്ന വഴി ഒരിക്കലും നിനക്ക് മോശമായിരിക്കില്ല, നിനക്ക് വേണ്ടത് വഴി മാതാവ് നിനക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, അപ്പോഴും എനിക്കറിയത്തില്ല ആർമി വേണോ MHA വേണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ശേഷം ടോസ് ഇട്ടാണ് എനിക്കറിയത്തില്ല ഇത് എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പേപ്പർ എടുത്ത് ഒരു സൈഡിൽ MHA ഒരു സൈഡ് ആർമി എന്ന് എഴുതി. അങ്ങനെ ഞാൻ ടോസ് ഇട്ടപ്പോൾ 3 തവണയും എനിക്ക് MHA എന്നുള്ള കോഴ്സാണ് വീണേ. ഈ ടോസ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ആർമിയുടെ ഇതിനകത്തുനിന്ന് നോട്ടിഫിക്കേഷൻ വന്നു, എൻ്റെ ആർമിയുടെ ഇത് ക്യാൻസലായി, ഞാനതിന് എലിജിബിൾ അല്ല എന്നുള്ള രീതിയിൽ ആ നിമിഷ നേരം തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ അവസാനം ഞാൻ MHAക്ക് അപ്ലൈ ചെയ്തു. MHAക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി പോയി അപ്ലൈ ചെയ്തു. അവസാനം അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോഴും അമ്മ നല്ലോണം കരഞ്ഞ് പ്രാർത്ഥിക്കും, എൻ്റെ ഒരു കുഞ്ഞൊരു വഴി കാണിച്ചു കൊടുക്കണം, അവൾക്ക് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അമ്മേ നീ അവൾക്കൊരു വഴി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് അവിടെ അത്രയും വലിയൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയെങ്കിലും ആദ്യത്തെ ഒരു 1.5 മാസം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല, കാരണം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നൊരു കൊച്ചാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുൾ ഇംഗ്ലീഷ്, കന്നഡ, ഒന്നും പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല, ആരോട് ചോദിക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ആദ്യത്തെ ഒരു കുറച്ച് സമയമൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാട്ടിലും ഉപരി കാണാതെ പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ 1.5 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ വിളിച്ച് പറയും, അമ്മ എനിക്ക് പറ്റുന്നില്ല, ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല, ഞാൻ കോഴ്സ് നിർത്തിയിട്ട് ഞാൻ തിരിച്ച് പോരട്ടെ, എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറയും, നീ വിഷമിക്കേണ്ട, അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി അമ്മ ഒരു മാർഗം കണ്ടുപിടിക്കും, അമ്മ നിന്നെ കൂടെ ഉണ്ടാകും, നിന്നെ ചേർത്ത് പിടിക്കും, നീ സങ്കടപ്പെടേണ്ട. അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ മുൻപിൽ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമായി ആദ്യത്തെ ഒരു സെമ്മ് ബിയും B+ഓടെയും കൂടി പാസ്സായ ഞാൻ അവസാനം അവിടുന്ന് പഠിച്ചിറങ്ങിയത് ഡിസ്റ്റിങ്ഷനോടെയാണ്. അങ്ങനെ ഞാൻ അവിടെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. അടുത്ത എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി, ഇനി ജോലിക്ക് എവിടെ പോകും, എന്ത് ചെയ്യും, ഏത് ജോലി തപ്പണം, അവിടെ തന്നെ നോക്കണോ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കണോ, ശമ്പളം കുറവായിരിക്കുമോ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്ന അതേ കോളേജിൽ സെൻറ്റ് ജോൺസിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. അവിടെ തന്നെയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മാനേജർ, ഞാൻ ചെയ്തിരുന്നോണ്ടിരുന്ന ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ മാനേജർ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ഇവിടെ വേക്കൻസി ഉണ്ട്, നീ അപ്ലൈ ചെയ്യുന്നോ, നിൻ്റെ വർക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നീ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്ലൈ ചെയ്തിട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതേ തുടർന്ന് ഞാൻ അവിടെ തന്നെ 3 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അവിടെ അതെല്ലാം ഇപ്പം പിന്നീട് മുന്നോട്ട് ഞാനിപ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും മാതാവ് എന്നെ ഇതിനെല്ലാം ഒരുക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അന്നെല്ലാം എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒരു ഉടമ്പടിക്കാട്ടെ എടുക്കുകയാട്ടെ വന്നു പോകുന്നു പ്രാർത്ഥിക്കുന്നു, അങ്ങനെ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് ശേഷം അമ്മ പറഞ്ഞു, ജോലി ആയെങ്കിലും ഒരു വിദേശത്ത് ഒരു ജോലി, എൻ്റെ സാമ്പത്തിക സമ്മർദ്ദം എല്ലാം കാരണം ലോണ് കാര്യങ്ങളെല്ലാം അടയ്ക്കാനുണ്ട്, ഒരു വിദേശത്ത് ഒരു ജോലി എനിക്ക് എൻ്റെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് അമ്മ ഒരുപാട് നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതേ തുടർന്ന് അമ്മയോട് പറഞ്ഞു, ശരി ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല, നീ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് നീ പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്, ഞാനല്ല നീയും വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഇവിടെ കൃപാസനം എന്ന് പറയുമ്പോൾ വരും പ്രാർത്ഥിക്കുകയും പോകുന്നല്ലാതെ എനിക്ക് ആ ഒരു വിശ്വാസം, ഈ പ്രായത്തിലുള്ളവർക്കറിയാം, ഇതേ ഒരു ചോരത്തിളപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ഓക്കെ, പത്രവിതരണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ എന്തിനാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നൊരു സമയം
ആവശ്യങ്ങളുടെ, ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ എപ്പോഴും ചിന്തിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, എന്തിനാ ഈ പത്രവിതരണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ 2024 അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ മനസ്സില്ലാ മനസ്സോടെയാണ്. ഒന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേക്കണമല്ലോ, ഉറക്കം പോകണമല്ലോ, ജോലിക്ക് പോകണമല്ലോ, ഉറക്കം പോകില്ലോ എന്നൊക്കെ മനസ്സില്ലാ മനസ്സോടെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അങ്ങനെ 2024 ഉടമ്പടിക്ക് ഞാൻ വന്നു. അവസാനം ക്ലാസ്സൊക്കെ കൂടിയപ്പോൾ എനിക്കിഷ്ടമായി, പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത പതുക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ നടന്നാൽ പോരാ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പം എനിക്ക് പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഉടമ്പടി നിയോഗത്തിനകത്ത് ഞാൻ ആദ്യത്തേത് ആത്മീയ വിശുദ്ധിക്കും ആത്മീയമായ വളർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്കും എഴുതിയെങ്കിലും രണ്ടാമത് ഞാൻ ആദ്യം എഴുതിയത് എനിക്ക് നല്ലൊരു വിദേശത്ത് നല്ലൊരു ജോലിക്കുള്ളൊരു മാർഗം കണ്ടെത്തി തരണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഓഗസ്റ്റിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതേ തുടർന്ന് ഒക്ടോബർ ആയപ്പോഴത്തേക്കും എനിക്ക് വിദേശത്ത് സൗദിയിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അതും ഞാൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അറിയാം, വിദേശത്ത് ഒരു ജോലി ലഭിക്കണമെങ്കിൽ എന്തൊക്കെ പരീക്ഷകൾ എഴുതണം, എന്തൊക്കെ കടമ്പകൾ കടക്കണം. ഞാനൊരു പരീക്ഷ എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഒരു CV ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഇതൊന്നുമില്ലാതെ മൂന്നാമതൊരാളിലൂടെ അമ്മ മാതാവ് എനിക്കൊരു വഴി കണ്ടെത്തി തന്നു. അങ്ങനെ ഞാനൊരു ആശുപത്രിയിലോട്ട് കോൺടാക്റ്റ് ചെയ്തു. ആ കോൺടാക്റ്റിലൂടെ അത് കഴിഞ്ഞതിന് ശേഷം അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഏകദേശം 6-7 മാസത്തോളം എനിക്ക് ഡിലേ വന്നു. ഞാൻ അപ്പം എൻ്റെ ഉടമ്പടി തീർന്ന സമയമായിരുന്നു. പക്ഷേ ഞാൻ കർണാടകയിൽ ബാംഗ്ലൂരിലായത് കാരണം എനിക്ക് വരാനോ ഉടമ്പടി പുതുക്കാനോ എപ്പോഴൊന്നും പറ്റില്ല. പിന്നെ വന്നപ്പോൾ ഫുൾ തടസ്സങ്ങളായി. പിന്നെ എനിക്ക് അങ്ങോട്ട് ഉടമ്പടി പുതുക്കാനും പറ്റുന്നില്ല, മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പതുക്കെ ഞാൻ കുറച്ചൊന്ന് ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ അവസരങ്ങൾ പോലും എനിക്ക് താമസങ്ങളും തടസ്സങ്ങളും ആയി തുടങ്ങി. അങ്ങനെ വന്ന് കാരണം അവിടെ ജോലിക്ക് നിന്ന സമയത്തൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങും, സൗദിയിൽ വന്നതല്ലേ, പിന്നെ എന്താ പോകാൻ പറ്റാഞ്ഞേ. നമുക്ക് അതടുത്തൊരു മാനസിക സമ്മർദ്ദമായി. കാരണം നമ്മൾ അങ്ങനെ നിന്നിട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, അയ്യോ അവൾ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ. അവസാനമായപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും എനിക്കിനി മുന്നോട്ടൊന്നുമില്ല, ഇത് പോകാൻ പറ്റുന്നില്ല, എൻ്റെ കടങ്ങൾ വീടണം, എൻ്റെ വീട് എനിക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ഞാൻ മാതാവിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കൊക്കെ പോയി പള്ളിയിൽ ചില സമയത്ത് ഇരുന്ന് കരയും. പ്രാർത്ഥനകൾ ആ സമയത്ത് വരില്ല, പക്ഷേ കണ്ണുനീര് ചില സമയത്ത് എൻ്റെ പ്രാർത്ഥനകളായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പം അവസാനം ഞാൻ ഉടമ്പടി രണ്ടും കൽപ്പിച്ച് എനിക്ക് പ്രാർത്ഥിച്ചേ മതിയാവൂ, ഇനി പഴയ ലൈഫ് എനിക്ക് വേണം, അതുപോലെ എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കണം, ഇനി ഉടമ്പടി ഉഴപ്പാതാണെങ്കിലും എനിക്ക് വീണ്ടും തുടർന്ന് അമ്മ മാതാവിനോട് സ്നേഹിക്കണം, അമ്മയുടെ തണലിൽ തന്നെ ആയിരിക്കണം എന്നുള്ള വാശിയോടുകൂടി ഈ കഴിഞ്ഞ 2026 ഏപ്രിൽ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വീണ്ടും പുതുക്കി. രണ്ടാമത്തെ തവണ ഞാൻ പുതുക്കി. അതിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം, എൻ്റെ ഈ തടസ്സങ്ങൾ, എനിക്ക് സൗദിയിൽ ജോലി ലഭിച്ചിട്ടും ഒരു 6 മാസക്കാലം എനിക്ക് പേപ്പറുകളൊന്നും വരുന്നില്ല. പേപ്പറുകൾ വരാതെ തടസ്സങ്ങൾ മാറി മെയ് 30 എന്നുള്ളൊരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, എനിക്ക് മെയ് 30 മുന്നേ എനിക്ക് ഈ പോകാനുള്ള മാർഗങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരുവാണെങ്കിൽ നിൻ്റെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാവെന്ന് എഴുതി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് എനിക്ക് കിട്ടാതെ കടന്നിരുന്ന പേപ്പറുകളെല്ലാം എനിക്ക് പതുക്കെ ശരിയായി തുടങ്ങി. പ്രാർത്ഥിക്കാൻ എന്ന് ഞാൻ ആരംഭിച്ചു അന്നു തൊട്ട് എൻ്റെ പ്രാർത്ഥനകൾ, എന്ന് ഞാൻ ഉറക്കെ അമ്മയുടെ മുന്നിൽ കരഞ്ഞു അന്നു തൊട്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാകാൻ തുടങ്ങി. മെയ് 30 എന്നുള്ള ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മെയ് 7-ാം തീയതി ഞാൻ മെഡിക്കൽ എടുത്തു. മെയ് 13-ാം തീയതി ഞാൻ ബയോമെട്രിക്സ് പൂർത്തിയാക്കി, എൻ്റെ ഡോക്യുമെൻസിൻ്റെ എല്ലാം പൂർത്തിയാക്കി. മെയ് 26-ാം തീയതി എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. സൗദിയിലോട്ട് പോകാനുള്ള വിസ ഉൾപ്പെടെ മെയ് 20 ഞാൻ പറഞ്ഞു വെച്ച ഡേറ്റിനെക്കാട്ടിലും 4 ദിവസം മുന്നേ എൻ്റെ അമ്മമാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. ഇപ്പം ഞാൻ അടുത്ത ആഴ്ച സൗദിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 1000 നന്ദി, എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ആത്മീയ വളർച്ച, പ്രാർത്ഥനയാണ് എല്ലാം. പ്രാർത്ഥനയിലൂടെ പല വഴികളും തുറന്ന് എനിക്ക് എവിടെ നിന്നൊക്കെയാണ് സഹായം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതെനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു അനുഭവം വന്നത്. കാരണം
ഞാൻ ഈ HRD പ്രോസസ്സ്, ഈ ഡോക്യുമെൻറ്റേഷൻ വെരിഫിക്കേഷനൊക്കെ പോകുമ്പോൾ നമ്മളെ എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണമെന്ന് അറിയാതെ വന്ന് അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന നിമിഷങ്ങളിൽ വഴിയെ പോകുന്നവരൊക്കെ വന്ന് ചോദിക്കും, എന്താ മോളെ ഇതിനു വേണ്ടി വന്നാണോ, എന്നത് ഇങ്ങോട്ട് പോരും, എൻ്റെ കൂടെ പോരും, ഞാൻ ചെയ്തേക്കാം, ഞാൻ ചെയ്തു തന്നേക്കാം, അതിനിപ്പോൾ എന്താണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ആരൊക്കെ ഏതൊക്കെയോ മനുഷ്യരിലൂടെ എനിക്ക് ഇഷ്ടം പോലെ സഹായം പരിശുദ്ധ അമ്മ എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പോകുന്ന ജോലിയിലാട്ടെ, ഞാൻ വന്ന വഴികളാട്ടെ, അമ്മ എന്നെ കൈ പിടിച്ച് നടത്തിയത് ഇപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വഴികളെല്ലാം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം കണ്ണുനീരോടെ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരെയും എനിക്ക് പറയാനുള്ളത്, അത് എൻ്റെ പ്രായത്തിലുള്ള യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. നമ്മുടെ ഒന്നും കണ്ണുനീര് വെറുതെയല്ല, നമ്മുടെ കണ്ണുനീര് സന്തോഷങ്ങളാക്കി മാറ്റുന്ന ഒരു പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ മാതാവ് ഈ മണ്ണിൽ വന്ന് കാലുകുത്തിയതിന് ശേഷം എനിക്ക് അനുഗ്രഹങ്ങളല്ലാതെ വേദനകൾ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ കണ്ണുനീര് സന്തോഷങ്ങളായിട്ട് മാറുന്ന അതുപോലെ അമ്മ നമ്മളെ മാറ്റും. 1000 നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രോഗീ സന്ദർശനങ്ങളൊക്കെ എപ്പോഴും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ അമ്മയും ഞങ്ങളൊക്കെ പോയിട്ട് ഒരു നേരത്തെ ആഹാരങ്ങളൊക്കെ കൊടുക്കും, പത്രവിതരണം നടത്തിയിട്ടുണ്ട്, പരിശുദ്ധ കുർബാന എപ്പോഴും കാണുമായിരുന്നു. അങ്ങനെ കാരുണ്യപ്രവർത്തികളും നിബന്ധനകളും ഞാൻ പാലിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പം 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ടിൻസി തോമസ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ തൻ്റെ ജീവിതത്തിൽ ഏതാണ് ഉചിതമായ മാർഗമെന്ന് തിരഞ്ഞെടുക്കുവാനും ആ മാർഗം പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തുകയും അതിലൂടെ തന്നെ തനിക്ക് പഠിക്കുവാനും ആ പഠന മേഖലയോട് ചേർന്നുകൊണ്ട് തന്നെ തനിക്കൊരു ജോലി ലഭിക്കുകയൊക്കെ ചെയ്തു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയോട് ചേർന്നുകൊണ്ട്, ഉടമ്പടി പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ക്രമപ്പെടുത്തുവാനും ദീപിക സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകൾക്ക് ജീവിക്കുവാനും സാധിക്കും. ഈ മകളുടെ അമ്മയുടെ ഉടമ്പടിയിലാണ് ഈ മകളുടെ സാക്ഷ്യം കൂടുതലായിട്ട് വ്യക്തമാകുക. അതോട് ചേർന്നുകൊണ്ട് തൻ്റെ തന്നെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ടും ഉടമ്പടിയോട് ചേർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർത്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ പ്രാർത്ഥനയിൽ കൂടുതൽ ക്രമപ്പെടുത്തുകയും ആത്മീയ ജീവിതമാണ്, പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഈ മകൾ കടന്നു വരികയും ചെയ്തു. ഇനി താരയ്ക്ക് മുമ്പിൽ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇനിയും തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ മാറ്റട്ടെ എന്നും, ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പരിശുദ്ധ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഈ ആൾത്താരയിൽ നിർത്തിയതിന് കൃപാസന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ മൂവാറ്റുപുഴ അടുത്തുള്ള ആയവന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 30/6/2025 അപ്പോൾ അന്ന് ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവിന് സ്ഥിരമായിട്ടൊരു ജോലിയില്ലായിരുന്നു. മാനത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ എന്തോ പണി ഒക്കെ ആയതുകൊണ്ട് കുറേ നാളത്തേക്ക് ഒരു 10-15 ദിവസത്തോളം ജോലിയില്ലാതെ വിഷമിച്ചു. അപ്പോൾ കുട്ടികളുടെ ഫീസ്, അങ്ങനെ വീട്ടു ചിലവ്, എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്തൊന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. എൻ്റെ ഭർത്താവിന് സ്ഥിരമായിട്ടൊരു ജോലി വേണം, പിന്നെ വീടിൻ്റെ അടുത്താണ്, ഡെയിലി വന്ന് പോകാവുന്ന ദൂരത്തിൽ ആയിരിക്കണം ജോലിയെന്ന് മാതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ മാതാവ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ 15 മിനിറ്റേ ഉള്ളൂ വീട്ടിൽ നിന്ന് പണിസ്ഥലത്തേക്ക് പോകാൻ. അത്രയും ദൂരത്തിൽ മാതാവ് ജോലി തന്ന് അനുഗ്രഹിച്ചു. എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും തൈലവും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഭർത്താവിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും. ജപമാല ഒരു ദിവസം പോലും മുടക്കാറില്ലായിരുന്നു. മുട്ടുകുത്തി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ അതുപോലെ അത്രയും അടുത്ത് മാതാവ് എൻ്റെ ഭർത്താവിന് ജോലി തന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി.
രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് കേട്ടറ്റ് പരീക്ഷ. ഞാൻ കുറേ നാളായിരുന്നു കേട്ടറ്റ് പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ട്. 7 തവണ ഞാൻ കേട്ടറ്റ് പരീക്ഷ എഴുതി, പക്ഷെ ഒന്നും എനിക്ക് കിട്ടിയില്ല. അവിടെ പരീക്ഷയ്ക്ക് ചെന്ന് കഴിയുമ്പം എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാം ഞാൻ മറന്നു പോവാം, പിന്നെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ കേട്ടറ്റ് പരീക്ഷയിൽ ജയിപ്പിക്കണം. എൻ്റെ കഴിവ് കൊണ്ട് അതെനിക്ക് പാസ്സായി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ആ പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി എവിടെയെങ്കിലും കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാതാവ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിനെ കൊണ്ട് കാണിച്ചു കേട്ടറ്റ് പരീക്ഷയിൽ. ഇനി ഞാൻ ഒരു പരീക്ഷ എഴുതത്തില്ലെന്ന് മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പരീക്ഷയുടെ സമയത്ത് ഉടമ്പടി ഉപ്പുമായിട്ട് ക്ലാസ്സിൽ പോയി. ഞാൻ ഇരുന്ന സ്ഥലത്ത് ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ കുറച്ച് ഉപ്പ് എൻ്റെ കൈ ഞാൻ ബാക്കി വെച്ചു. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്തും ആൻസർ ഷീറ്റ് എഴുതാൻ കിട്ടിയ പേപ്പറിലും മുകളിലും ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ പഴയതുപോലെ തന്നെ എനിക്ക് എല്ലാത്തിനൊന്നും ആൻസർ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഓരോ ക്വസ്റ്റ്യനും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ആൻസർ എഴുതാൻ പോവാം. മാതാവ് എനിക്ക് കാണിച്ചു തരണം, അതിൻ്റെ ഓപ്ഷൻ ഏതാണെന്ന് എനിക്ക് മാതാവ് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച്, ഉത്തരവൊന്നും എനിക്കറിയില്ല, ക്വസ്റ്റ്യൻസും ഞാൻ കറക്റ്റായിട്ട് വായിച്ചോന്നും അറിയില്ല. പക്ഷേ മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഒന്നാമത്തെ ആൻസർ ഏതാ, ആ വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് മനസ്സിൽ എൻ്റെ മാതാവ് കാണിച്ചു തരുന്ന ആൻസർ ഞാൻ എഴുതി വെച്ചു. അങ്ങനെയാണ് 150 ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ എഴുതിയത്. പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും പരീക്ഷ നല്ല എളുപ്പമായിരുന്നു പറഞ്ഞു. പക്ഷേ എനിക്ക് പരീക്ഷ ഭയങ്കര പാടായിരുന്നു. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് മാതാവിനോട് പറഞ്ഞു, ഇപ്രാവശ്യം എനിക്ക് കേട്ടിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അമ്മ എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ആൻസർ കീ നെറ്റിൽ വന്നു. ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 75 മാർക്കേ ഉള്ളൂ. 82 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്കിത് കിട്ടത്തില്ല. എന്നാലും മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ജപമാലയിൽ എൻ്റെ കേട്ടറ്റ് പരീക്ഷയിൽ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ ജൂണിൽ എനിക്ക് റിസൾട്ട് വന്നു. അപ്പം ഞാൻ നെറ്റിൽ എനിക്ക് പേടിയായിരുന്നു നോക്കാൻ. കാരണം ഇപ്രാവശ്യം ഫെയിൽഡെന്ന് കാണാൻ എനിക്ക് പറ്റത്തില്ല മാതാവേ, ഈ പ്രാവശ്യം കൂടി എനിക്ക് കേട്ടറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ എഴുതില്ലെന്ന് മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് റിസൾട്ട് വന്ന് നെറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് എൻ്റെ റോൾ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കൈ പിടിച്ച് ഉപ്പ് കഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം നെറ്റി പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് ഞാൻ കണ്ണടച്ച് തുറന്നു കഴിഞ്ഞപ്പം അതിനകത്ത് പാസ്ഡ് എന്നാണ് കണ്ടത്. മാതാവ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടിട്ട് പരീക്ഷയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു 82 മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. അടുത്ത 3ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടനൊക്കെ 2 ആൺകുട്ടികളാണ്. അപ്പോൾ അനിയൻ്റെ കല്യാണം കഴിഞ്ഞപ്പം അവരും താമസിക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു വീടെടുത്ത് വാടകയ്ക്കായാലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുപാട് വീടുകൾ കണ്ടു, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീടുകൾ ചിലപ്പം അവിടുത്തെ ഓണർ പറയും അത് ശരിയല്ല, അങ്ങനെ സൗകര്യങ്ങളൊക്കെ കുറവാണ്, നിങ്ങൾ വേറെ നോക്കിക്കോളാൻ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ എന്താ പറയണതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞാനും ഹസ്ബൻഡും കൂടി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, നിനക്ക് എന്താണോ ഞാൻ കരുതി വെച്ചിരിക്കുന്നത്, എൻ്റെ മനസ്സിൽ തോന്നുന്നു നിനക്ക് എന്താണോ കരുതി വെച്ചിരിക്കുന്നത് അത് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിരിക്കും ഞാൻ നിനക്ക് തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കിതിലും നല്ലത് എന്തോ തരാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം മാറ്റിക്കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. ഒരു വാടക വീട്ടിലും ഞങ്ങളെ മാതാവ് കിടത്തിയില്ല. എന്നിട്ട് 2 മാസത്തോളം ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും കൂടി കഴിഞ്ഞേ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും കൂടി ഒരു വീട് കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വീടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വീട് പോയി കണ്ടു. അപ്പം ഞങ്ങൾക്ക് കുഴപ്പമില്ല, 10 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 1 സെൻറ്റ് സ്ഥലവും ഭൂമിയും ഇല്ല. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ പേരിൽ 1 സെൻറ്റ് സ്ഥലം ഭൂമി ഇല്ല തിരിക്കുന്നത്, ഞങ്ങൾക്ക് ചെറുതാണേലും ഒരു വീട് നൽകി അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചത്. അന്ന് ഞങ്ങൾ പോയി കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ വീടിനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുഴപ്പമില്ല, മാതാവിൽ സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പക്ഷെ ആ പണികൾക്കുള്ള പൈസയും ഇതൊക്കെ എവിടുന്നാ മാതാവ് ഞങ്ങൾക്ക് തന്നേന്നറിയില്ല. ഓരോ ദിവസം ഒന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. നാളെ എന്ത് ചെയ്യും എന്ന് ഒരിക്കലും ഞങ്ങൾ ആലോചിച്ചില്ല. എല്ലാ ദിവസവും ജപമാലയിൽ നിയോഗം വെച്ചു, നാളത്തെ ഞങ്ങളുടെ പണി നന്നായിട്ടിരിക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും ആ പണികൾക്കുള്ള പൈസയും എല്ലാം തന്നു. ഉടമ്പടി ഉപ്പും വെഞ്ചരിച്ച്
തൈലവും ഒക്കെ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. നെറ്റിയിൽ കുരിശ് വരയ്ക്കും. വീടിൻ്റെ അവിടെ ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച വീടിൻ്റെ 4 ചുവരുകളിലും ഉടമ്പടി ഉപ്പ് കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവ് എനിക്കുള്ളതാണെങ്കിൽ എനിക്കിത് നീ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഒരു ദിവസം ഞങ്ങളത് കണ്ടു കഴിഞ്ഞിട്ട് അവർ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, ഇത് തരാം വിൽക്കാം, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങളോർത്ത് ഇതും ഞങ്ങൾക്ക് കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാത്രി ഒരു ദിവസം മാതാവ് ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നി, ഇത് നിനക്കുള്ള വീടാണ്, ഇത് ഞാൻ നിനക്ക് തന്നെ തരുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പം തന്നെ ഞാൻ ഓടി കൃപാസന മാതാവിൻ്റെ രൂപത്തിൽ പോയി നിന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് എനിക്കുള്ളതാണെന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞു, ഇത് എനിക്ക് തന്നെ തരുമെന്ന് എനിക്ക് 100% വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ വീടിൻ്റെ പണി തുടങ്ങി. അത്യാവശ്യം ഒരുവിധം പണികളെല്ലാം ഞാൻ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വെഞ്ചരിച്ച് വീട്ടിൽ കയറണം, പക്ഷെ അത് മാതാവിൻ്റെ ദിവസം തന്നെ, ഒന്നെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ 7 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദിവസങ്ങളിൽ എനിക്ക് കയറണം എന്ന് പറഞ്ഞു. മാതാവ് അപ്പം എനിക്ക് ജൂൺ 16 ചൊവ്വാഴ്ച എൻ്റെ വീട്ടിൽ വെഞ്ചരിച്ച് കയറാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കൃപാസന പത്രം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും 3 കെട്ട് പത്രം ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കും. എല്ലാവർക്കും കൊടുക്കും. കുറേ പേരൊന്നും വാങ്ങിക്കത്തില്ല. പക്ഷെ വാങ്ങിച്ചില്ലെങ്കിലും അതൊന്നും മനസ്സിന് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, എനിക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല, മാതാവ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ഉടമ്പടി തൈലും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി കുരിശ് വരച്ച് പത്രത്തിലും കുരിശിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാനത് ഞാൻ എവിടെ പോയാലും എൻ്റെ ബാഗിൽ പത്രം ഉണ്ടാവും, ആരെ കണ്ടാലും ഞാനത് കൊടുക്കും. അത് കൊടുത്ത് ഞാൻ എല്ലാം പ്രാർത്ഥിച്ചു. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും. ആത്മീയ ജീവിതത്തിലാണെങ്കിലും എല്ലാ ദിവസവും ജപമാല ഞങ്ങൾ മുടക്കാറില്ല. ജപമാല ചെല്ലാതെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല ഞങ്ങൾക്കിപ്പം. മാതാവ് എന്ത് കാര്യത്തിനും ഒന്ന് വിളിച്ച മാതാവ് ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്, 101% ഉറപ്പാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് മാതാവ് നമുക്കുള്ളതാണ്, ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ളതാണ് മാത്രമേ മാതാവ് നമുക്ക് തരത്തുള്ളൂ. അത് ഞങ്ങൾക്ക് 100% വിശ്വാസമായി. എൻ്റെ മക്കൾക്കും അതെ, ഹസ്ബൻഡിനും അതെ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളൊക്കെ പള്ളിയിൽ പോവും, കുർബാന സ്വീകരിക്കും. ഈശോനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കുർബാനയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ കുർബാന കാണുന്നുണ്ടെങ്കിൽ അത് ഈശോനെ സ്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകണം എന്നൊരു ചിന്ത തന്നെയാണ് ഇപ്പോൾ എപ്പോഴും മനസ്സിൽ. മാതാവിനും ഈ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 33 വാക്യങ്ങൾ. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് സൗമ്യ ശ്രീലാൽ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധികൾ, ജീവിത പങ്കാളിക്ക് സ്ഥിരമായ ഒരു ജോലിയും അത് വീടിനടുത്ത് തന്നെ അത് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തൻ്റെ വിശ്വാസപൂർവ്വമുള്ള കേറ്ററ്റ് പരീക്ഷയും അത് 7 തവണ എഴുതിയെങ്കിലും അതിൽ ഫെയിലാവുകയാണ്. എന്നാൽ 8ാം പ്രാവശ്യം എഴുതുമ്പോഴാണ് പരിശുദ്ധ അമ്മയോടുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഉടമ്പടി നേർച്ച വസ്തുക്കളാണെങ്കിലും ഓരോ ക്വസ്റ്റ്യന് അതിനു മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകള് ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിയത്. എന്നാൽ തൻ്റെ കഴിവ് കൊണ്ടല്ല, അവിടുത്തെ കൃപയാലാണെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഈ കേറ്ററ്റ് പരീക്ഷ ഈ മകൾക്ക് പാസ്സാകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ സ്വപ്നമായ ഒരു സ്വന്തമായിട്ടുള്ള വീടുകളും പല വിധത്തിൽ വാടക വീടുകൾ അന്വേഷിച്ചു പോയെങ്കിലും അവസാനം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഇവർക്ക് പൂർണ്ണമായിട്ടൊരു സ്വന്തമായ വീട് വാങ്ങിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഒരു നല്ല വീട്ടിലേക്ക് താമസിക്കാനൊക്കെ സാധിക്കുകയും ചെയ്ത് ഉടമ്പടിയോട് ചേർന്നുള്ള അവരുടെ ജീവിതം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇമ്മകളുടെ വാക്കുകൾ തന്നെ പ്രകടമായിരുന്നു. ഓരോ ദിനവും കുർബാന കൂടുമ്പോൾ അത് ഈശോയെ സ്വീകരിച്ച് വേണം കടന്നു പോകുവാനായിട്ട്. അതുതന്നെയാണ് ഇമ്മകളുടെ ജീവിതം വലിയ അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യുന്നത്. ഈശോയെ സ്വന്തമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ഇവിടെ ജീവിതത്തെയും കുടുംബത്തെയും ജീവിത നിയോഗങ്ങളെയും പൂർണ്ണമായിട്ട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇവരെ പൂർണ്ണമായിട്ട് മാറുവാനായിട്ട് ഇനിയുള്ള ദിനങ്ങളും അനുഗ്രഹിക്കട്ടെ എന്നും, ഒപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് നമ്മളെയും മാറ്റി